أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. Okay. വളരെ ചെറിയൊരു കിതാബാണിത്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, എന്നാലോ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബും കൂടിയാണ്. മീസാൻ എഴുതിയ മുസന്നിഫ് തന്നെയാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഒരു കിതാബ് കൂടിയുണ്ട്, അൽ അജ്നാസുൽ കുബ്ര. മീസാനും അൽ അജ്നാസു സുഹറയും അൽ അജ്നാസുൽ കുബ്രയും, ചെറിയ അജ്നാസും വലിയ അജ്നാസും, ഇത് മൂന്നും രചിച്ചിട്ടുള്ളത് മീസാൻ എഴുതിയ മുസന്നിഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു കിതാബാണിത്. ഇതിൻ്റെ കുറച്ചുകൂടി വിശദീകരണമാണ് അൽ അജ്നാസുൽ കുബ്രയിൽ വരുന്നത്. അത് രണ്ടും നമ്മളൊന്ന് ഓതും, കൂടെ മീസാനും കൂടി ഒന്ന് റെഫർ ചെയ്ത് പോകും. ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഖുർആനിൽ നിന്നും ഓരോ പേജ് നമ്മൾ കാണിക്കും. അതിൽ നമ്മൾ ഫിഇലുകൾ പരിശോധിക്കും. കഴിഞ്ഞ തവണ നമ്മൾ നഹ്വിൻ്റെ എക്സസൈസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫായില്, മഫ്ഊല്, ഇസ്മ്, ഫീല്, ഹർഫ് തുടങ്ങിയ കാറ്റഗറൈസേഷനൊക്കെ നമ്മൾ ചെയ്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ഇവിടെ നമ്മൾ നഹ്വ് പ്ലസ് സർഫ് കൂടി പരിശോധിക്കുന്ന രൂപത്തിലാണ് ഖുർആൻ കാണിക്കുക. അപ്പോൾ നിങ്ങൾ സജീവമായി ആക്റ്റീവായി ഇതിൽ പങ്കെടുത്ത് ഇതിൻ്റെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ, ഒരു അധ്യായമാണ്. ഏത് വിഷയത്തിലുള്ള അധ്യായമാണ്? ഫി അജ്നാസിൽ അഫ്ആലി, ഫിഇലുകളുടെ വ്യത്യസ്ത ഇനങ്ങളിൽ ഉള്ള അധ്യായമാണ്. അപ്പോൾ അവിടെ ഹാദ, ഇതാകുന്നത്, ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണെന്നുണ്ടാവും. അപ്പോൾ ഹാദ നമ്മൾ ഹെഡിങ്ങിൽ അങ്ങനെ കളഞ്ഞു പോയതാണ് ഹാദ എന്നുള്ളതൊക്കെ. അപ്പോൾ മുബ്തദ ആണ് ഹാദ, ഫസ്ലു എന്നുള്ളത് ഖബറാണ്. ഈ അജ്നാസുൽ അഫ്ആലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണമാണ്. നമ്മളിപ്പോൾ പറയുന്നത് ഫിഇലുകളുടെ, വേർബുകളുടെ വ്യത്യസ്ത ഇനങ്ങളിൽ പറയുന്ന ഫസ്ലാണ്. വെർബുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്മുകളെക്കുറിച്ചും മുഅറബ് മബ്നിയെക്കുറിച്ചും ഹർഫുകളെക്കുറിച്ചും കുറേ നമ്മൾ ചർച്ച ചെയ്തു. ആമിലുകളെക്കുറിച്ച് നഹ്വിൽ ചർച്ച ചെയ്തു. അതുപോലെ ഇസ്മു ഫീൽ ഹർഫിനെ കുറിച്ചും മുഅറബ് മബ്നിയെക്കുറിച്ചും നമ്മൾ തഖ്ദീമുൽ ലിസാനിൽ ചർച്ച ചെയ്തു. ഇവിടെ നമ്മൾ ഫിഇലുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് നേരത്തെ നമ്മൾ ഓതേണ്ട കിതാബായിരുന്നു. ഏതായാലും നമുക്ക് പറഞ്ഞു പോകാം. ഇഅ്ലം, നീ അറിയണം. ഇഅ്ലം, നീ അറിയണം. അന്നൽ അഫ്ആല, തീർച്ചയായും ഫിഇലുകൾ, എല്ലാ ഫീലുകളും, ലോകത്ത് ഏതെല്ലാം അറബി ഭാഷയിലുള്ള ഫീലുകളുണ്ടോ ആ മുഴുവൻ ഫീലുകളും, ഇമ്മാ സുലാസിയുൻ, ഒന്നിരിക്കെ 3 അക്ഷരം ഉള്ളതായിരിക്കും. വ ഇമ്മാ റുബായിയുൻ, അല്ലെങ്കിൽ 4 അക്ഷരം ഉള്ളതായിരിക്കും. അടിസ്ഥാനപരമായി 3 അക്ഷരമോ അടിസ്ഥാനപരമായി 4 അക്ഷരമോ ഉള്ളതായിരിക്കും ലോകത്തുള്ള മുഴുവൻ ഫിഇലുകളും. വകുല്ലു വാഹിദിൻ മിൻഹുമ, ഈ 3 അല്ലെങ്കിൽ 4 ഇവകളിൽ നിന്നുമുള്ള എല്ലാ ഓരോന്നും ഇമ്മാ മുജറദുൻ, ഒന്നിരിക്കെ മുജറദായിരിക്കും,
മുജറദ് എന്ന് പറഞ്ഞാൽ അതിൽ സായിദയായ അക്ഷരങ്ങൾ ഉണ്ടാവുകയില്ല, തനിപ്പിക്കപ്പെട്ടതായിരിക്കും. ഔ മസീദും ഫിഹി, അല്ലെങ്കിൽ സായിദയാക്കപ്പെട്ടതായിരിക്കും, അതിൽ സായിദയായ അക്ഷരം ഉണ്ടാവും. അപ്പൊ അസ്ലിയായിട്ടൊന്നിരിക്കെ 3 അക്ഷരമോ അസ്ലിയായിട്ടൊന്നിരിക്കെ 4 അക്ഷരമോ ഉണ്ടാവും. അത് മാത്രമാവുമ്പോൾ മുജറദ് എന്ന് പറയും. അതിലൂടെ സായിദയായ 1 അക്ഷരമോ 2 അക്ഷരമോ 3 അക്ഷരമോ കൂടുമ്പോൾ അത് മസീദ് ഫിഹി എന്ന് പറയും. അപ്പൊ ടോട്ടൽ ഫിഇലുകൾ 4 വിധമാണ്: ഖുലാസി മുജറദ്, ഖുലാസി മസീദ് ഫിഹി, റുബാഇ മുജറദ്, റുബാഇ മസീദ് ഫിഹി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജുമാന എല്ലാവരും ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോണേ, ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോണം, ഇനി പിന്നത്തേക്ക് വെക്കരുത്, ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. അപ്പൊ ഫിഇലുകൾ 3 അക്ഷരമുള്ളതായിരിക്കും, അല്ലെങ്കിൽ 4 അക്ഷരമുള്ളതായിരിക്കും. ആ 3 പ്ലസ് 1, 2, 3 സായിദകൾ ഉണ്ടാവും. ചിലപ്പോൾ സായിദകൾ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ 4 പ്ലസ് 1, 2 സായിദകൾ ഉണ്ടാവും, ചിലപ്പോൾ സായിദകൾ ഉണ്ടാവില്ല. അപ്പൊ സായിദകൾ ഇല്ലാത്ത ഫിഇലുകൾക്ക് മുജറദ് എന്നും, സായിദകൾ ഓടുകൂടിയ സായിദകൾ വരുന്ന അക്ഷരങ്ങൾ വരുന്ന ഫിഇലുകൾക്ക് മസീദ് ഫിഹി എന്ന് പറയും. അപ്പൊ നമുക്ക് 4 2 ഗുണിക്കണം 2 4. അസ്സുലാസിയുൽ മുജറദു, അസ്സുലാസിയുൽ മസീദു ഫീഹി, അർറുബാഇയുൽ മുജറദു, അർറുബാഇയുൽ മസീദു ഫീഹി. ഇങ്ങനെ 4 ഐറ്റം ഫീലുകളുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു ഫീല് കണ്ടാലും, ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ നമ്മളിവിടെ പറയുന്ന ഏത് വിഷയത്തിലാവട്ടെ, ഏതൊരു ഫീല് കണ്ടാലും അവിടെ നമ്മളത് സുലാസിയാണോ റുബാഇയാണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. ആ സുലാസിയെ തന്നെ മുജറദാണോ മസീദ് ഫീഹിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ നിത? ഇതിന്റെ സുലാസിയായ വ്യത്യസ്ത പദങ്ങൾ സർഫാക്കുന്നതാണ് നമ്മൾ മീസാനിൽ പഠിച്ചത്. ഓർമ്മ ഉണ്ടാവും. ഫഅല 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 ഫഅലു, മാ ഫഅല മാ ഫഅല മാ ഫഅല മാ ഫഅലു, ഫുഇല 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 ഫുഇലു, മാ ഫുഇല മാ ഫുഇല മാ ഫുഇലു. പിന്നെ മുദാരിയിലേക്ക് കടന്നു. യഫ്അലു യഫ്അലാനി യഫ്അലൂന, യുഫ്അലു മജ്ഹൂലിലേക്ക് കടന്നു. യുഫ്അലാനി യുഫ്അലൂന, ലാ യഫ്അലു ലാ യുഫ്അലു, ലം യഫ്അൽ ലം യുഫ്അൽ, ലൻ യഫ്അല ലൻ യുഫ്അല, ലിയഫ്അൽ ഇഫ്അൽ, ലാ തഫ്അൽ ലാ യഫ്അൽ. കണ്ടോ എത്ര സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ സുലാസി മുജറദ്, സുലാസി മസീദ് ഫീഹി, റുബാഇ മുജറദ്, റുബാഇ മസീദ് ഫീഹി, ഇങ്ങനെയായിരിക്കും ഫീലുകൾ. നമ്മൾ മീസാൻ ഓതുന്ന സമയത്ത് പറഞ്ഞിരുന്നു, സുലാസി മാലിയായ ഫീലുകൾ, 3 അക്ഷരമുള്ള മാലിയായ ഫീലുകൾ 3 രൂപത്തിൽ വരും. ഉദാഹരണം കത്തബ. കത്തബ എന്ന് പറഞ്ഞാൽ കാഫിനുക്കും ഫത്ഹയാണ്, താഇനുക്കും ഫത്ഹയാണ്, ബാഇനുക്കും ഫത്ഹയാണ്. അതായത് ഫാഉ ഫീലും ഫത്ഹയാണ്, ഐൻ ഫീലും ലാം ഫീലും ഫത്ഹയാണ്. കത്തബ, ജലസ, ദഖല, ഖറജ. അതൊരൈറ്റം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഫഇല. ഫാഉ ഫീലിലേക്ക് ഫത്ഹയും ഐൻ ഫീലിലേക്ക് കസ്റയും വരുന്നത് ഫഇല. ഇതുപോലെ സമിഅ, അമില, അലിമ, ലഇബ. ഓക്കെ, ക്ലിയർ ആണോ? ഏയ് എവിടെ എവിടെ ജുബാന? നമ്മളവിടെ പറഞ്ഞിരുന്നു ഐൻ ഫീലിലേക്ക് ചിലപ്പോൾ ഫത്ഹ് വരും, ചിലപ്പോൾ കസ്റ വരും, ചിലപ്പോൾ ലമ്മയും വരും. ഫഉല വസ്നക്കും വരും. ഇതുപോലെ കറുമ, ഫളുല. ഉണ്ടോ? കറുമ, ഫളുല. ഇതൊക്കെ മാദിയ ഫീലാണ്. ഇതൊക്കെ നമ്മൾ സർഫാക്കും. ഫഅല ഫഅല ഫഅലു. അതേപോലെ തന്നെയാണ് ജലസ ജലസ ജലസു, സമിഅ സമിഅ സമിഉ, ഫളുല ഫളുല ഫളുലു, കറുമ കറുമ കറുമു. ഒക്കെ സർഫാക്കുന്ന രൂപങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ സുലാസി മുജറദാണത്. സമിഅ സുലാസി മുജറദാണ്. അതുപോലെ ഫഅല മുജറദാണ്, ദഖല മുജറദാണ്. അല്ലെ, ജായിദകളൊന്നുമില്ല. അപ്പൊ അവിടെ നമ്മൾ സർഫാക്കാൻ അങ്ങനെ 3 ഐറ്റം അങ്ങനെ പഠിച്ചു. ഇനി മുളാരിയിലും വ്യത്യാസം വരും നമ്മൾ പറഞ്ഞിരുന്നു. മുളാരിയിലും വ്യത്യാസം വരും പറഞ്ഞിരുന്നു. ഇതുപോലെ യഫ്അലു
എന്ന രൂപത്തിൽ വരും. യഅലമു, യഅലമു, യഫ്തഹു. കണ്ടോ, അങ്ങനെ എന്തായിട്ട് വന്നു? ഫത്ഹായിട്ട് വന്നു. ഐൻ ഫീലിന് ഫത്ഹായിട്ട് വന്നു. ഞാൻ ഫീൽ ദമ്മായിട്ട് വരും. യക്തുബു, യഖ്റുജു, യൻളുറു, യദ്ഖുലു. മുളാരിക്ക് അങ്ങനെയും വരും. ഇനി ശ്രദ്ധിക്കണേ, മുളാരിക്ക് കസ്റ്, ഐൻ ഫീലിന് കസ്റും വരും. ഇതുപോലെ യദ്രിബു, യജ്ലിസു. കണ്ടോ? അപ്പൊ ഇതേ രൂപത്തിൽ മാലിയിൽ ഐൻ ഫീലിന് ഫത്ഹും കസ്റും ദമ്മും വരും. മുളാരിയിൽ ഐൻ ഫീലിന് ഫത്ഹും കസ്റും ദമ്മയും വരും. അപ്പോ മാലിയായ ഫീലിന് മുളാരി ഉണ്ടാവുമല്ലോ. മാലിയായ ഫീലിന് മുളാരി ഉണ്ടാവും, അംർ ഉണ്ടാവും, നഹി ഉണ്ടാവും, മജ്റൂർ ഉണ്ടാവും, മഅറൂഫ് ഉണ്ടാവും. അങ്ങനെ പല സംഗതികളും ഉണ്ടാവും ഒരു ഫീലിന്. ഫീൽ വ്യത്യസ്ത രൂപങ്ങളായിട്ട് മാറും. അപ്പോ ഫഅല എന്ന് മാലിയായിട്ട് വരുമ്പോൾ അതിന്റെ മുളാരി എങ്ങനെയൊക്കെ വരും? ചിലപ്പോ ഫത്ഹായിട്ട് വരും, ഫതഹ യഫ്തഹു എന്ന് വരും. ചിലപ്പോ ജലസ യജ്ലിസു, ലറബ യദ്രിബു അങ്ങനെ വരും. ചിലപ്പോ നസറ യൻസുറു എന്ന രൂപത്തിൽ വരും. അപ്പോൾ ഇത്രയും മൂന്നായിട്ടായി സുലാസി മുജറദ്. ഇനി കസ്റായിട്ട് വരുമ്പോൾ നോക്ക് നിങ്ങൾ, അലിമ, അലിമ യഅലമു എന്നായി മാത്രമേ വരുള്ളൂ. അലിമ യഅലമു. അവ 3 1 4ആയി. ഇനി വമ്മായിട്ട് വരുമ്പോഴോ ഫഉല യഫഉലു, കറുമ യക്റുമു എന്ന് വരും. ഒറ്റ രൂപത്തിൽ വരും. കറുമ യക്റുമു. അപ്പൊ എത്രയായി? 4 1 5ആയി. ഇങ്ങനെ 5 ബാബുകളാണ് സുലാസി മുജറദ്. ഓക്കെ ആണോ? എവിടെ എവിടെ പറയ്. ഇങ്ങനെ 5 എണ്ണമാണ്, 5 ബാബുകളാണ്. എവിടെ? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അന്ന് അല്ലേ? മുമ്പ് പറഞ്ഞിട്ടില്ല ഈ വിഷയം? ജുമാന പറഞ്ഞിരുന്നു. യെസ്, ജസ്റ്റ് ഒന്ന് നോക്ക്. നിങ്ങളിതാ ഒന്നാമത്തെ ബാബുണ്ട്, നിങ്ങൾ കണ്ടോ? ഇതാ ഫഅല യഫ്ഇലു കണ്ടോ? ഒന്നാമത്തെ ബാബ്. രണ്ടാമത്തെ ബാബ് നോക്കൂ നിങ്ങൾ, ഫഅല യഫ്ഉലു. എല്ലാത്തിനും ഫഅല എടുക്കൂട്ടോ. അതൊരു ത്രാസാണ്, മീസാനാണ്. ഫഅല എന്നുള്ള രൂപത്തിനെ പറയാം. പക്ഷെ ഫഅല യഫ്അലൂന്നും യഫ്ഇലൂന്നും യഫ്ഉലൂന്നും 3 ഉപയോഗത്തിലൊന്നുമില്ല. നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് 3 മോഡലുകൾ എടുക്കുകയാണ്. ഫഅല യഫ്ഉലു. അടുത്ത നോക്ക് നിങ്ങൾ, മൂന്നാമത്തെ നോക്ക്. മൂന്നാമത്തത് ഫഅല യഫ്അലു. നാലാമത്തെ നോക്ക് നിങ്ങൾ, ഫഇല യഫ്അലു, ഫഇല യഫ്അലു. അഞ്ചാമത്തെ നോക്ക് നിങ്ങൾ, ഫഉല യഫ്ഉലു, ഫഉല യഫ്ഉലു. ഈ 5 ബാബുകളാണ് സുലാസി മുജറദ്. എളുപ്പല്ലേ? എളുപ്പല്ലേ? എളുപ്പമല്ലേ? അപ്പൊ സുലാസിയുൽ മുജറദ് വായിക്കാം. വ അമ്മ സുലാസിയു അൽ മുജറദു. അപ്പോൾ സുലാസി മുജറദാകുന്നത് ഫഖംസത്തു അബ്വാബിൻ, അത് 5 ബാബുകളാണ്. അത് 5 ബാബുകളാണ്. അടിയിൽ കോളം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമാണ്. കണ്ടോ? ദറബ യദ്രിബു, നസറ യൻസുറു, ഫതഹ യഫ്തഹു, സമിഅ യസ്മഉ, കറുമ യക്റുമു. കണ്ടോ? കണ്ടോ? അടിയിൽ പെട്ടിക്കോളം കണ്ടോ? ദറബ യദ്രിബു, നസറ യൻസുറു, ഫതഹ യഫ്തഹു, സമിഅ യസ്മഉ, കറുമ യക്റുമു. പെട്ടിക്കോളം കണ്ടില്ലേ? നിങ്ങൾ എവിടെയാണെന്നും പറയാത്തത്? എന്താണ് പറയാത്തത്? യെസ്, ദാ ഈ സാധനം ഞാൻ വായിച്ചു. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ 5 എണ്ണം, ഈ 5 എണ്ണം ഞാനിന്ന് പറയും, ശ്രദ്ധിക്കണേ. അത് സർഫാക്കുന്ന രൂപം കൂടിയും പറയാണ്. ഫഅല യഫ്ഇലു ഫഅലൻ ഫഹുവ ഫാഇലുൻ വഫുഇല യുഫ്അലു ഫഅലൻ ഫഹുവ മഫ്ഊലുൻ അൽ അംറു മിൻഹു ഇഫ്ഇൽ والنهي لا تفعل نحو ضرب يضرب ضربا فهو ضارب وضرب يضرب ضربا فهو مضروب الأمر منه اضرب والنهي لا تضرب. നമ്മൾ സർഫാക്കി പഠിച്ചിട്ടുണ്ട് മീസാനിൽ.
ലറബ, ലറബ, ലറബു, ലറബത്ത്, ലറബത്ത, ലറബിന, അങ്ങനെ സർഫാക്കി പഠിച്ചു. ഇത് മാദിയിൽ ഒറ്റ ഫോമ പറഞ്ഞു, ലറബ. നമ്മൾ സർഫാക്കണം. ലറബ എന്ന് പറയുമ്പോൾ അവൻ ഒരു പുരുഷൻ അടിച്ചു എന്നാണ്. ഇനി അവൾ ഒരു സ്ത്രീ ആണെങ്കിൽ ലറബത്ത് എന്ന് പറയണം. അതുപോലെ ഞാൻ അടിച്ചു എന്നാണെങ്കിൽ ലറബത്തു എന്ന് പറയണം. ലറബിന, ഞങ്ങൾ അടിച്ചു എന്നാണെങ്കിൽ ലറബിന എന്ന് പറയണം. അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഇതിന് വരും. അപ്പോൾ യദ്രിബു മുലാരിയാവുമ്പോൾ നോക്ക് നിങ്ങൾ, യദ്രിബു, യദ്രിബാനി, യദ്രിബൂന, തദ്രിബു, തദ്രിബാനി, യദ്രിബിന, തദ്രിബു, തദ്രിബാനി, തദ്രിബൂന, തദ്രിബീന, തദ്രിബാനി, തദ്രിബിന, തദ്രിബൂ, നദ്രിബു. ലർബൻ എന്നുള്ളത് മസ്തറാണ്. മസ്തർ ഇസ്മാണ്, അതുകൊണ്ടാണ് തൻവീന് വന്നത് കേട്ടോ. ഇത് ഇസ്മാണ് ലർബൻ എന്നുള്ളത്. അതുപോലെ വേറെ ഒന്നും കൂടി ഇസ്മ ലാരിബുൻ, അതും ഇസ്മാണ്. തൻവീന് കണ്ടോ നിങ്ങൾ? തൻവീനുള്ള ഇസ്മിൻ്റെ അടയാളാണല്ലോ. അപ്പോൾ ലാരിബുൻ അത് നമ്മൾ ഇസ്മു ഫായിലിൽ പഠിച്ചിരുന്നു, മീസാൻ അവസാനത്തെ ബാബ്. ലാരിബുൻ, ലാരിബാനി, ലാരിബൂന, ലാരിബത്തുൻ, ലാരിബത്താനി, ലാരിബാത്തുൻ. ഇത് ആ ലറബന്റെ മജ്ഹൂല് ലുരിബ, യുൽറബു, യദ്രിബുന്റെ മജ്ഹൂല്. ലർബൻ മസ്തർ, വഹുവ മദ്റൂബുൻ ഇസ്മു മഫൂല്. അൽ അംറു മിൻഹു ഇദ്രിബ് വന്നഹ്യു ലാ തദ്രിബ്. ഒക്കെ സർഫാവും. ഇദ്രിബ്, നീ ഒരു പുരുഷൻ അടിക്ക്. ഇദ്രിബ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ അടിക്ക്. ഇദ്രിബു, നിങ്ങൾ കുറെ പുരുഷന്മാർ അടിക്ക്. ഇദ്രിബി, നീ ഒരു സ്ത്രീ അടിക്ക്. ഇദ്രിബ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ അടിക്ക്. ഇദ്രിബ്ന, നിങ്ങൾ കുറെ സ്ത്രീകൾ അടിക്ക്. ലാ തദ്രിബ് നഹിയാണത്, നീ അടിക്കരുത്. ലാ തദ്രിബ്, ലാ തദ്രിബ, ലാ തദ്രിബു, ലാ തദ്രിബി, ലാ തദ്രിബ, ലാ തദ്രിബ്ന. ഇത്രയാണ് അതിൽ പറയുന്നത്. സുലാസി മുജറദ് അതിൻ്റെ ഐൻ ഫീല് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇത് രണ്ടും എന്താണ്? ഫഅല യഫ്ഇലു വസ്നാണ്. ഫഅല യഫ്ഇലു. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ പറഞ്ഞോർക്ക് എന്തെങ്കിലും പോരായ്മ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. കാശിഫ ഓക്കെ ആണോ? ജുമാന പ്രശ്നമില്ലല്ലോ? വൈസ ഇതേ സ്ട്രക്ചറിന് അടുത്തതും നമുക്ക് അതിന് കുറച്ച് സമയമാണെന്നില്ല. ഫഅല യഫ്ഉലു, ഇവിടെ നോക്ക് നിങ്ങൾ. ഫഅല ഫഅല തന്നെയാണ്. യഫ്ഉലു എന്നാണ്. ഫഅലൻ ഫഹുവ ഫാഇലുൻ. ഇസ്മു ഫായിലും ഇസ്മു മഫൂലും മജ്ഹൂലൊന്നും വ്യത്യാസമല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നസറ എന്നതിൻ്റെയും സമിഅ എന്നതിൻ്റെയും കറുമ എന്നതിൻ്റെയും ഒക്കെ മജ്ഹൂല് കുരിമ, സുമിഅ, നുസിറ അങ്ങനെ വരിക. അതിൽ മജ്ഹൂലിൽ ഐൻ ഫീലിന് വ്യത്യാസം വരൂല. അത് മാലിയിലും വ്യത്യാസം വരൂല, മുലാരിയിലും വ്യത്യാസം വരൂല. ഇവിടെ നോക്ക് നിങ്ങൾ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അത് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി തരാം. എവിടെ? ഇതാ ഇവിടെ കണ്ടോ, ഇത് മജ്ഹൂലാണ്. ഫഅലൻ്റെ മജ്ഹൂലാണ് ഫുഇല. ഇവിടെ നോക്ക്, ഇവിടെ ഫഅല യഫ്ഉലു, അതിൻ്റെയും മജ്ഹൂൽ എന്താ വന്നത്? ഫുഇല എന്ന് വന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, യഫ്ഇലുവിൻ്റെ മജ്ഹൂലാണ് യുഫ്അലു. ഉണ്ടോ? ഇപ്പുറത്ത് നോക്കുക, യഫ്ഉലു എന്നതിൻ്റെ മജ്ഹൂലാണ് യുഫ്അലു. ആണോ? യഫ്ഉലു എന്നുള്ളതിൻ്റെ മജ്ഹൂലാണ് യുഫ്അലു. വ്യത്യാസമല്ല. നീ അടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ, ഒക്കെ അത് കണ്ടാ. ഫഅല ഇതിൻ്റെ മജ്ഹൂല് ഫുഇല. യഫ്അലുവിൻ്റെ മജ്ഹൂല് യുഫ്അലു. ആണോ? മറ്റോടത്ത് വന്ന അതേ യുഫ്അലു തന്നെ. ഫഇല മജ്ഹൂൽ നോക്ക് നിങ്ങൾ, ഫുഇല. യഫ്അലുവിൻ്റെ മജ്ഹൂല് യുഫ്അലു. ഫഉല മജ്ഹൂൽ നോക്ക് നിങ്ങൾ, ഫുഇല. യഫ്ഉലുവിൻ്റെ മജ്ഹൂല് യുഫ്അലു. ആണോ? ഇങ്ങനെ മജ്ഹൂലും മഅറൂഫും. മഅറൂഫിലാണ് വ്യത്യാസം വരിക. ഐൻ ഫീലിലേക്ക് ചിലപ്പോൾ ഫത്ഹയായിരിക്കും, കസ്റയായിരിക്കും, വമ്മയായിരിക്കും. എന്നാൽ മജ്ഹൂലിൽ വ്യത്യാസമില്ല. മജ്ഹൂൽ എല്ലാത്തിൻ്റെ മജ്ഹൂലും ഒരേ സ്ട്രക്ചർ, ഒരേ ഫോർമാറ്റ്, ആ ഫോർമാറ്റിലാണ് വരിക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എവിടെ? യെസ് യെസ് യെസ്. അപ്പോൾ അൽ ബാബു സാനി ഫഅല യഫ്ഉലു ഫഅലൻ ഫഹുവ ഫാഇലുൻ വഫുഇല യുഫ്അലു ഫഅലൻ ഫഹുവ മഫ്ഊലുൻ. അൽ അംറു മിൻഹു ഉഫ്ഉൽ. അംർ ഇങ്ങനെ വന്നു, അത് യഫ്ഉലു വസനായതുകൊണ്ടാണ്. ഇവിടെ യഫ്ഇലു വസനായപ്പോൾ അംർ ഇഫ്ഇൽ എന്ന് വന്നു, ഇദ്രിബ് എന്ന് വന്നു. ഇദ്രിബ് നമ്മൾ മീസാനിൽ പഠിച്ചിട്ടുണ്ട്, അംർ ഉണ്ടാക്കുന്ന സ്ഥലത്ത്
ഇവിടെ നോക്ക് എഫ് ഉലു എന്നായപ്പോൾ ഉഫ് ഉൽ നായ അമർ. ഇതുപോലെ നസറ യൻസുറു നസ്റൻ ഫഹുവ നാസിറുൻ വനുസിറ യുൻസറു നസ്റൻ ഫഹുവ മൻസൂറുൻ അൽ അംറു മിൻഹു ഉൻസുർ ഉണ്ടോ വന്നഹ്യു ലാ തൻസുർ. അമറുണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുദാറത്തിന്റെ അക്ഷരത്തെ കളയും, എന്നിട്ട് വസലിൻ്റെ ഒരു അലിഫിനെ കൊടുക്കും. ഐൻ ഫീലിനിക്ക് ലമ്മാണെങ്കിൽ ഇതിനിക്കും ലമ്മ് കൊടുക്കും. ഫത്ഹോ കസറ ആണെങ്കിൽ കസർ കൊടുക്കും. പഠിച്ചിട്ടില്ലേ മീസാനിൽ നിത? നമ്മൾ ഓതിയിട്ടുണ്ടാവാം. നിത ഓതിക്കണോ? ആ ഇവര് ഞാനാ കാശിഫ നമ്മളന്ന് പറഞ്ഞില്ലത്. ആ യെസ്. അപ്പോൾ മീസാനത്തെ നിയമം പടിയും വരും. ഇതുകൂടി പറയാം. 3 ഫഅല യഫ്അലു. ആളെ പറഞ്ഞാൽ മതിയോ? കുഴപ്പമില്ലല്ലോ, പോയിക്കൂടെ ജുമാന? ഇത് പൂർത്തീകരിച്ചൂടെ? ആ ഓക്കെ. ഫഅല യഫ്അലു ഫഅലൻ ഫഹുവ ഫാഇലുൻ വഫുഇല യുഫ്അലു ഫഅലൻ ഫഹുവ മഫ്ഊലുൻ അൽ അംറു മിൻഹു ഇഫ്അൽ വന്നഹ്യു ലാ തഫ്അൽ ഫതഹ യഫ്തഹു ഫത്ഹൻ ഫഹുവ ഫാതിഹുൻ ففتح يفتح فتحا فهو مفتوح الأمر منه افتح والنهي لا تفتح. പിന്നെ 4ാമത്തെ ബാബ് നോക്ക്. ഫഇല യഫ്അലു. ഇത് ബാബു അടി പറയുമ്പോൾ എങ്ങനെ പറയണം കേട്ടോ, മാലി മുദാരിയും പാട് ചേർത്ത് പറയണേ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാബു മനസ്സിലാവുള്ളൂ. 1ാമത്തെ ബാബു ഫഅല യഫ്അലു, 2ാമത്തെ ബാബു ഫഅല യഫ്അലു, 3ാമത്തെ ബാബു ഫഅല യഫ്അലു, 4ാമത്തെ ബാബു ഫഇല യഫ്അലു. അതുപോലെ സമിഅ ഉണ്ടോ? സമിഅ യസ്മഉ സമഅൻ ഫഹുവ സാമിഉൻ വസുമിഅ യുസ്മഉ സമഅൻ ഫഹുവ മസ്മൂഉൻ അൽ അംറു മിൻഹു ഇസ്മഅ വന്നഹ്യു ലാ തസ്മഅ. ഇതിൻ്റെ ബാബിൻ്റെ പേര് ഫഇല യഫ്അലു. 5ാമത്തെ ബാബ് നോക്ക് നിങ്ങൾ. ഫഉല യഫ്ഉലു ഫഉല യഫ്ഉലു ഫഉല യഫ്ഉലു ഫഅലൻ ഫഹുവ ഫാഇലുൻ ഫഉല യുഫ്അലു ഫഅലൻ ഫഹുവ മഫ്ഊലുൻ അൽ അംറു മിൻഹു ഉഫ്ഉൽ. ഉഫ്ഉൽ അതിൻ്റെ മുദാരി യഫ്ഉലു എന്നാണ്. അപ്പോൾ ഉഫ്ഉൽ നായി. വന്നഹ്യു ലാ തഫ്ഉൽ നഹു കറുമ യക്റുമു കർമൻ ഫഹുവ കാരിമുൻ വകുരിമ യുക്റമു കർമൻ ഫഹുവ മക്റൂമുൻ അൽ അംറു മിൻഹു ഉക്റും വന്നഹ്യു ലാ തക്റും നഹ്യു ലാ തക്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതിങ്ങനെ ചൊല്ലിപ്പടിക്കണേ, സർഫാക്കണം ചൊല്ലിപ്പടിക്കണം. ഇനി നമ്മൾ ഖുർആനിലേക്കൊന്ന് പോയി നോക്കുക. പേജ് നമ്പർ 1, 2, 3. യെസ്. പറഞ്ഞോളൂ. മാലിയായ ഫീലോ മുദാരിയായ ഫീലോ സുലാസി മുജറദുകൾ അവിടെ ഉള്ളത് ഈ പേജിലുള്ള ഏതെല്ലാം സുലാസി മുജറദ് അതൊക്കെ നിങ്ങൾക്ക് പറയാം. പറഞ്ഞോളൂ, മൈക്ക് ഓണാക്കി പറയാം. പറ. അതൊന്നും പറയില്ലേ? ഹസിബ. ഓക്കെ. പിന്നെ ഒന്ന് ഹസിബ. ഓക്കെ. പിന്നെ ഹസിബ ഹസിബ ഹസിബു. ഏതുല? ഫഇല യഫ്അലു അല്ലേ? ഫഇല യഫ്അലു. പിന്നെ താബ. ഓക്കെ. അത് എന്താണ്? ഐൻഫീൽ മുഅത്തലായതാണ് താബ. പിന്നെ ഇല്ലത്തിൻ്റെ അക്ഷരമുള്ളത് നമ്മളിപ്പോൾ പറയണമെന്നില്ല, നമ്മൾ കറക്റ്റ് സ്വഹീഹായ ലെറ്ററുകളുള്ളത് പറഞ്ഞാൽ മതി. വെരി ഗുഡ്. യഅമലൂൻ, യഅമലു, യഅമലാനി, യഅമലൂന അല്ലേ? മുദാരി അല്ലേ? അതേതാ ബാബു വരിക? അമില യഅമലു ട്ടോ. ഫഇല യഫ്അലു. പിന്നെ അടുത്ത അയ്വ കഫറ. കഫറ അല്ലേ? ഓക്കെ. പിന്നെ
ആ കാല കാല കാലു. പിന്നെ ജുമാന പറയട്ടെ. ജുമാനി ഫായിസ് ഒന്നും പറയില്ലല്ലോ. ഇല്ലേ ഇല്ലേ, മാലി മാത്രല്ല കേട്ടോ, അമ്രും പറയാട്ടോ. ഇല്ല, യുശ്രിക് അത് നമ്മൾ പറഞ്ഞോ, അത് സുലാസി മുജറദല്ല, മസീദ് ഫിഹിയാണ്. അഷ്റക്കാണല്ലോ, അഷ്റക്ക യുശ്രിക്കു, അതിൻ്റെ മുതാരിയാണത്. അഷ്റക്ക യുശ്രിക് എൻ്റെ മുതാരിയാണത്. സുലാസി മസീദ് ഫിഹിയാണ് ഇത്. ശരിക്ക യശ്രിക്കും യാന്ന് വരാം, യായനിക്ക് ഫത്ഹ വരാം. ഇപ്പൊ യായനിക്ക് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഫഅല യഫ്അലു എന്നാകുമ്പോഴും ഫഇല യഫ്അലു എന്നാകുമ്പോഴും ഫഉല യഫ്ഉലു എന്നാകുമ്പോഴും ഒക്കെ നമ്മൾ യായനിക്ക് എന്താ മഅറൂഫിൽ പറഞ്ഞത് ഫത്ഹ തന്നെയാണ്. ഇത് മഅറൂഫിൽ തന്നെ ലമ്മാണ്. അത് നമ്മൾ മസീദ് ഫീഹി പറയുമ്പോൾ പറയും. പിന്നെ എവിടെ ആ ഉഴ്ബുദു, ഉഴ്ബുദു എന്നാണ് അല്ലേ. അത് നമ്മൾ കുട്ടി വായിക്കുമ്പോൾ യാ ബനി ഇസ്രാഈലഅ്ബുദു എന്ന് വായിക്കും. ലഅ്ബുദു, ഈ അലിഫ് സൈലിനോ. ഉഴ്ബുദ്, ഉഴ്ബുദ, ഉഴ്ബുദു. അബദ യഅ്ബുദു, അബദ യഅ്ബുദു. നസറ യൻസു, അതിൻ്റെ അമ്രാണത്. ഉഴ്ബുദ്. ഓക്കെ അല്ലേ ജുമാന? എവിടെ? പിന്നെ ഇപ്പോൾ നോക്കുക, നമ്മൾ 4 വരി അപ്പോൾ നോക്കിയത്. ആ 4 വരിയിൽ 1 2 3 4 5 6 ഫീലുകളായി. പിന്നെ കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ഈ പേജിൽ ഏതും പറയാട്ടോ. ഐ ഹറമയിൽ എത്ര അക്ഷരമുണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ഹറമ? 3 അക്ഷരമുള്ളൂ. അത് സുലാസി മസീദ് ഫിഹിയാണ്. അത് സുലാസി മസീദ് ഫിഹിയാണ്. ഹറമ എന്നുള്ളതിൻ്റെ ഹറുമ അല്ലേ, ഹറുമൻ്റെ സുലാസി മസീദ് ഫിഹിയാണ്. അപ്പോൾ 1 അധികമാണ് അവിടെ, ഒരു റാ അധികമാണ്. ഹറമ. പിന്നെ യെസ്, പിന്നെ 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 വേം പറ. എവിടെ? അടിയിലെത്തിയോ? ഓക്കെ. ഉന്ദുർ, യെസ്, നളറ യൻദുറു. പിന്നെ എവിടെ? താബ യതൂബു. ഓക്കെ, യതൂബുന, യെസ്, വെരി ഗുഡ്. പിന്നെ ഇൻതഹ യൻതഹി എന്നാണ് അതിൻ്റെ മുതാരിയാണത്. ഇൻതഹ അത് സുലാസി മസീദ് ഫിഹിയാണ്. അത് വരും, അത് പിന്നെ പറയും. അതല്ല, അതതിൽ വരില്ല. പിന്നെ യഖൂലൂന, യെസ്, എവിടെ? യഖൂൽ, ഖാല യഖൂലു, യഖൂലു യഖൂലാനി യഖൂലൂന. പിന്നെ സിമ്പിൾ കഫറു കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ മേലെയും കഫർ ഉണ്ടല്ലോ. അയ്യോ, എവിടെ? യംലിക്കു എവിടെ? ഇതാ ഇവിടെ, ഇവിടെ. ഓക്കെ, യംലിക്കു, മലക്ക യംലിക്കു മുതാരി. പിന്നെ ഇത് യസ്തഗ്ഫിറൂനെ, ഇതാ പറഞ്ഞേ. എത്ര അക്ഷരമുണ്ട്? നമ്മളിപ്പോൾ പഠിച്ച ഫഅല യഫ്അലു, ഫഇല യഫ്അലു, ഫഉല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഉലു, ഇതിൽ ഏത് ഭാഗമാണ് അത് വന്നിട്ടുള്ളത്? യസ്തഗ്ഫിറൂന എത്ര അക്ഷരം? അത് മാക്സിമം 6 അക്ഷരമുള്ളതാണ്. ഏറ്റവും വലിയ സുലാസി മസീദ് ഫിഹിയാണത്. യസ്തഗ്ഫിറൂന, ഗഫറ എന്നാണ് അതിൻ്റെ മുജറദ്. അതിൽ ഏതൊക്കെ കൂടി എന്നറിയങ്ങൾ? ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു എന്ന് പറയാം. ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു. അപ്പോൾ ഒരു അലിഫും ഒരു സീനും ഒരു താവും സായിദയാണ് അവിടെ. അപ്പോൾ ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു. അപ്പോൾ അത് സുലാസി മസീദ് ഫിഹിയാട്ടോ ജുമാന.
നമ്മൾ സുലാസി മുജറദിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ. സുലാസി മുജറദ് വെറും 3 അക്ഷരം മാത്രം, സായിദ് ഒറ്റൊന്നുമില്ല. പിന്നെ ഹലത്ത് അത് മാലി തന്നെയാണ്, പക്ഷെ ഹലാന്നാണ് അത് ഫീല് വരിക. അത് നമ്മൾ മുഴത്തല്ലായതുകൊണ്ടാണ്. മാലി തന്നെയാണ്, അത് ശരി തന്നെയാണ്. അത് മുഴത്തല്ലായതാണ്. നമ്മളത് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ വിശദീകരിച്ചവർക്ക് മനസ്സിലാവില്ല. പിന്നെ വേറെ പറയും അയവ അക്കല യഅ്കുലു യഅ്കുലു യഅ്കുലാനി, അക്കല യഅ്കുലു യഅ്കുലു യഅ്കുലാനി. പിന്നെ ആ കഴിഞ്ഞാ അത്രേ ഉള്ളൂ. ഏത് കുൽ അത് അതന്നെ കാലയക്കൂലുവിൻ്റെ അമ്രാണ്. അതും ഇല്ലത്തിൻ്റെ അക്ഷരാണ്. നമ്മൾ പറഞ്ഞ അമ്രിൻ്റെ രൂപത്തിലല്ല, അത് വ്യത്യാസമുണ്ട്. അത് ഇല്ലത്തിൻ്റെ അക്ഷരം ഉണ്ടായതുകൊണ്ടാണ് വ്യത്യാസം വന്നത്. ഓക്കെ. പിന്നെ ഇതാ ഇവിടെ ഒരു ഉന്തൂർ കണ്ടില്ലേ നിങ്ങൾ? നേരത്തെ പറഞ്ഞോണ്ടാ ഉന്തൂർ ലാ. അതിൽ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരം ഉണ്ട് അതിൽ? അപ്പം നമ്മളിപ്പോൾ എത്ര അക്ഷരം ഉണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത്? 3 അക്ഷരം ഉള്ളത്. അതും ഫീൽ തന്നെയാണ്. ലാ തത്തബിയു എന്നുള്ളതും ഫീൽ തന്നെ, പക്ഷേ സുലാസി മുജറദല്ല, സുലാസി മസീദ് ഫീലാണ്. പിന്നെ ലാ തഗ്ലു, യെസ്, അത് സുലാസി മുജറദാണ്. വലാ യഗ്ലു. പിന്നെ കൗമ്യം. ഇതോ ഈ കൗമിന്നോ? ഇതാ ഇതാണോ? ഇപ്പൊ ഞാൻ അതാരാ പറഞ്ഞു? ജുമാലെ കൗമിൻ എന്നുള്ളത് തൻവീനില്ല, അത് ഫീല ഇസ്മ. തൻവീൻ ഇസ്മിന്റെ അടയാളല്ലേ? തൻവീൻ ലല്ലു. ലല്ലു എന്നുള്ളത് സുലാസി മുജറദാണ്. അലല്ലു എന്നുള്ളത് സുലാസി മുജറദല്ല. അത് അലല്ല അലല്ല അലല്ലു, സുലാസി മസീദ് ഫി. ഒരു അലിഫ് അധികമാണ്. കണ്ട അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ? മസീദ് ഫി ആകുമ്പോൾ തുടക്കത്തിലോ അല്ലെങ്കിൽ ഇടയിലൊക്കെ അക്ഷരങ്ങൾ അധികം ഉണ്ടാവും. ഇപ്പൊ ഹറമ നടുവത്ത അക്ഷരം അധികമായി. അലല്ല എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അക്ഷരം അധികമായി. ഇവിടെ നിങ്ങൾ വേറെ ഒന്ന് കണ്ടോ? നുബയ്യിനു കണ്ടോ? നുബയ്യിനു, ബയ്യന യുബയ്യിനു എന്ന് വരിക. ബയ്യന യുബയ്യിനു അവിടെ അധികം വന്നു കണ്ടോ? ഇപ്പം ഇത്രയും നിങ്ങളിപ്പോൾ ഇതിൽ കണ്ടുപിടിച്ചു. അപ്പം ഇതിൽ നമ്മൾ കണ്ടോ സുലാസി മുജറദ് മാത്രമേ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ നമ്മൾ. അതിലപ്പോൾ ഇത്ര കാര്യങ്ങൾ വന്നു. കുറച്ച് ഭാഗങ്ങളും വ്യത്യാസപ്പെട്ടു എന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10-20ഓളം. അത് ഇതിൽ വരില്ല. ഇതല്ലേ സുലാസി മസീദ് ഫിയാണത്, സുലാസി മുജറദല്ല. ഇതേ അപ്പോൾ കാണിച്ചെന്ന ഏതുപോലെ ഹറമ പോലെയാണ് കേട്ടോ. ഹറമ യുഹരിമു, ബയ്യന യുബയ്യനു, 4 അക്ഷരം സുലാസി മസീദ് ഫിയാണ്. നടുവിൽ അധികം ഒരു യാ അധികം വന്നു, ബയ്യന യുബയ്യനു. അവിടെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4 അക്ഷരമുള്ള ഫീൽ ഉണ്ടല്ലോ, മസീദ് ഫിഹി ആയ 4 അക്ഷരമുള്ളതാവട്ടെ അല്ലെങ്കിൽ സുലാസ് റുബായി മുജറദാവട്ടെ, അതിൻ്റെ മുലാരിൻ്റെ മഅറൂഫിൽ ലമ്മായിരിക്കും വരിക യായിനിക്ക്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ? ഏതോ ഒന്ന് പറഞ്ഞു നിങ്ങൾ, ഏതോ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, ഏതോ മേലെ എവിടെയോ ഒരു ഫീൽ പറഞ്ഞില്ലേ? യുശ്രിക്കണോ, അഷ്റക്ക യുശ്രിക്കും. അഷ്റക്കയിൽ 4 അക്ഷരമുണ്ട്, അതിൻ്റെ മുലാരിയിൽ യുശ്രിക്കു മഅറൂഫ് തന്നെ യായിനിക്ക് ലമ്മായിരിക്കും. പിന്നെ ഇവിടെ ഹറമ യുഹരിമു, പിന്നെ ബയ്യന യുബയ്യനു ഉണ്ടോ? നുബയ്യനു, യുബയ്യനു യുബയ്യനാനി യുബയ്യനൂന തുബയ്യനു, അങ്ങനെ സർഫാക്കി പോകുമ്പോൾ ഉബയ്യനു നുബയ്യനു ഉണ്ടോ? അതിനാണ് അവിടെ ലമ്മുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദിവസം അതാണ് പറയാം. അപ്പം ഇത്രയും ഫീലുകൾ എന്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ അല്ലേ? എവിടെയെങ്കിലും സംശയം ഉണ്ടോ?
ഇനി നമുക്ക് അതിലേക്ക് പോവാം. ദാ ദാ കം ബാബൻ ലി സുലാസിയിൽ മുജറദി വമാഹിയ. സുലാസി മുജറദിന് എത്ര ബാബുണ്ട്, ഏതൊക്കെയാണ്? പറ കാശിമ പറ. 5. ഏതൊക്കെയാണ്? വെരി ഗുഡ്. ഓക്കെ, ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയില്ലേ? അല്ലേ? എല്ലാവർക്കും അറിയില്ലേ? ഇനി വസിന് മാറ്റാനാണ് പറയുന്നത് കേട്ടോ. വസിന് കണ്ടുപിടിക്കാനാണ്. ലറബ യദ്രിബു അതിൻ്റെ വസിന് നമ്മൾ കണ്ടുപിടിച്ചു, ഫഅല യഫ്ഇലു. നസറ യൻസുറു വസിന് കണ്ടുപിടിച്ചു, ഫഅല യഫ്ഉലു. ആ പറയട്ടെ. ഫഹിമ യഫ്ഹമു ഫൈസ ഏത് വസിന? ഫഹിമ യഫ്ഹമു. എവിടെ ഫൈസ? എവിടെ കുറച്ചോണേ വസനില്ലേ? ഇനി ഫഹിമ യഫ്ഹമു ഏത് വസന? ഇതേപോലെ പറഞ്ഞാൽ മതി. ലറബ യദ്രിബു ഫഅല യഫ്ഇലു, നസറ യൻസുറു ഫഅല യഫ്ഉലു. അപ്പോൾ ഫഹിമ യഫ്ഹമു ഏതായിരിക്കും? ഫഇല യഫ്അലു. അടുത്തത് ഹമല യഹ്മിലു ഏതായിരിക്കും? ജുമാന പറ. ഉദാഹരണത്തിലെ അർക്കത്ത് നോക്കണേ. ലഇബ യൽഅബു നിദ. ലഇബ യൽഅബു. റഫഅ യർഫഉ ജുമാന. അളുമ യഉലുമു നിദ. സകന യസ്കുനു കാശിഫ. അല്ലേ? ബാക്കി അറിയില്ലേ? ഇനി വായിക്കണ്ടല്ലോ. അത് പറയാൻ കഴിയില്ലേ? സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ഇനി ഇതിൻ്റെ മുളാരി കണ്ടുപിടിക്കാനാട്ടോ. ഇതൊന്ന് ശ്രമിച്ചു നോക്കാം നമുക്ക്. ദറസ ഇതിൻ്റെ മുളാരി എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് പറഞ്ഞു നോക്കി. ദറസ യദ്റുസു. ഇത് എഴുതി വെക്കണേ, അറിയാത്തൊരു എഴുതി വെക്കണേ. കൺഫ്യൂഷൻ വരും ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക്. ഇപ്പം തന്നെ ഉണ്ട്. ഇത്തരം ഫീലുകൾ നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഇത്തരം ഫീലുകൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം. ദറസ യദ്റുസു. മേലത്തെയും കണ്ടോ? മേലത്തെ അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ, ഇങ്ങനെയാണ് വരിക എന്നുള്ളത്. ദറസ യദ്റുസു. ഓക്കെ, അടുത്തത് സഈദ. സഈദ യസ്അദു. സഈദ യസ്അദു. അതത് ആലോചിക്കാനില്ല, അത് ആലോചിക്കാതെ തന്നെ പറയാലോ. അത് അല്ലേ? പറഞ്ഞൂടെ? ഏയ് ആലോചിക്കാതെ തന്നെ പറഞ്ഞൂടെ സഈദ യസ്അദു എന്നാണ്. എന്താ എന്താ കാരണം ഫൈസ? അത് ആലോചിക്കാതെ തന്നെ പറയാന്ന് പറയാൻ കാരണം എന്താ? ആരാ പറയാ? സഈദക്ക് യസ്അദു എന്ന് ആലോചിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ദറസക്ക് അങ്ങനെ പറയാൻ പറ്റൂല. എന്താ എന്താ അത്? വെരി ഗുഡ്. ഫഇല എന്ന് വരുന്ന മാലിയിൽ ഫഇല എന്ന് വരുന്നത് മുലാരി യഫ്അലുനേ വരൂ. പക്ഷെ ദറസ ഫഅല ആകുമ്പോൾ 3 എണ്ണവും വരുന്നുണ്ട്. ഏയ് ഫഅല എന്നാകുമ്പോൾ എന്തായാലുണ്ട്? 3 വരുന്നുണ്ട്. ദറസ അത് ചിലപ്പോൾ യദ്രിസൂന്നും ആവാം, യദ്റസൂന്നും ആകാം, യദ്റുസൂന്നൊക്കെ ആയിട്ട് വരാമെന്ന് നമുക്ക് തോന്നും. പക്ഷെ സഈദ ഫഇല വസനിക്ക് വരുന്നത് എന്ത് തന്നെ ആയാലും അത് യഫ്അലു വസനിക്ക് മാത്രമേ വരൂ. നമ്മൾ പഠിച്ചതനുസരിച്ച്. ക്ലിയർ അല്ലേ?
ജുമാന ഓക്കെ അല്ലേ? ആ അപ്പോൾ അലിമ എന്തായിരിക്കും? അലിമ യഅലമു, യെസ്. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി അലിമ യഅലമു. റജമ അത് ഒന്ന് ആലോചിക്കണ്ട. യർജിമു എന്നാണോ? റജമ യർജുമു. യർജുമു കേട്ടോ, യജുറുമു എന്നല്ല, യർജുമു. ഓക്കെ. ജസുല അതൊന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. ജസുല ആ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്തേ എന്തേ ഫഉല ഐൻഫീന് ലമ്മായിട്ട് വരുമ്പോൾ എന്ത് തന്നെ ആയാലും യഫ്ഉലു വസ്നിക്കേ വരുള്ളൂ. എന്ത് തന്നെ ആയാലും യഫ്ഉലു വസ്നിക്കേ വരും. മനസ്സിലായോ ജുമാന? ഫഇലയാണെങ്കിൽ യഫ്അലു എന്നേ വരുള്ളൂ, ഫഉലയാണെങ്കിൽ യഫ്ഉലു എന്ന് മാത്രമേ വരൂ. കൺഫ്യൂഷൻ ആവണമെങ്കിൽ കൺഫ്യൂഷൻ ആവുന്നത് 3 ഫത്ഹ ആകുമ്പോഴാണ് കൺഫ്യൂഷൻ ആവുന്നത്. ഓക്കെ അല്ലേ? ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ, മനസ്സിലാക്കി വെക്കണേ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ തൊറഹ കൺഫ്യൂഷൻ ആവും അല്ലേ? യത്തുറഹു ട്ടാ, തൊറഹ യത്തുറഹു. പിന്നെ ഇനി ഇതിന്റെ മാദി കണ്ടുപിടിക്കാനാണ്. ഇത് നോക്കണേ. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാതെ 2 എണ്ണം എന്തായാലും പറയാൻ പറ്റും. ഏതാന്ന് പറയാൻ പറ്റുമോ? രണ്ടെണ്ണത്തിന്റെ മാതി കൂടുതൽ ആലോചിക്കാതെ തന്നെ പറയാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ അപ്ലൈ ചെയ്തിട്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്യാം? യെസ് അമ്മു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാതി എന്തായിരിക്കും? നേരത്തെ മാലിയിൽ നിന്ന് മുലാരി കണ്ടുപിടിക്കാനായിരുന്നു, ഇവിടെ മുലാരി നിന്നിട്ട് മാലി കണ്ടുപിടിക്കാനാണ്. അപ്പൊ മുലാരിയിൽ ഒറ്റ രൂപത്തിൽ വരുന്നതിന്റെ മാലി എന്തായാലും നമുക്ക് പറയാൻ പറ്റുന്ന 2 എണ്ണം ഉണ്ടായില്ല. ആർക്കാ പറയാൻ പറ്റുക? ആരാ ധൈര്യം എന്ന് പറഞ്ഞാൽ യസ്ബിഖു. യെസ്, വെരി ഗുഡ്. യൻതിഖു എന്നുള്ളതിന്റെയും യസ്ബിഖു അതിന്റെ മാലി എന്തെന്നെ ആയിരിക്കും എപ്പോഴും. മാലി എന്തെന്നെ ആയിരിക്കും, ഫഅലായിരിക്കും. നതഖ. അതുപോലെ യസ്ബിഖുനെ സബഖ. ഫൈസ മനസ്സിലായോ? ഫൈസ എവിടെ? നമ്മൾ പറഞ്ഞത് മുലാരി യഫ്ഇലു വസ്നിക്ക് വരുന്ന ഒരേ ഒരു മുലാരിയേ ഉള്ളൂ. അതിന്റെ മാദി എന്തായാലും ഫഅലാൻ തന്നെ ആയിരിക്കും. യഫ്ഇലു വസ്നിക്ക് വരുന്നതിന്റെ ഒരേ ഒരു മാദി ഉള്ളൂ. നേരെ മറിച്ച് നോക്ക്, യഫ്അലു 2 എണ്ണം വരും, യഫ്ഉലു എന്നുള്ളതും 2 എണ്ണം വരും. അപ്പോൾ യസ്അമു, യസ്അലു, യഖ്ദമു ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതിന്റെ മാദി ഫഇലാന്നാണോ ഫഅലാന്നാണോ കൺഫ്യൂഷൻ വരും. പക്ഷെ ഇതിൽ കൺഫ്യൂഷൻ വരില്ല. മുലാരി യദ്രിബുവിന്റെ മാദി എങ്ങനെ വന്നാലും അത് ഒരേ ലറബാനേ വരാൻ പാടൂ. യദ്രിബു ലറബ, യജ്ലിസു ജലസ. മനസ്സിലാണ്ടോ? യസ്അലുവിന്റെ എന്തായിരിക്കും? സഅല. യസ്അലുവിന്റെ എന്തായിരിക്കും? സഅല. സഅൽതു. യസ്അമുന്റെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു നോക്കി, കറക്കി കുത്തി നോക്കി, ചിലപ്പോൾ ശരിയാകും. യസ്അമു യസ്അമു. സഇമ ട്ടാ, സഇമ യസ്അമു. യസ്ഹറു ഒന്ന് പറഞ്ഞു നോക്കി. യസ്ഹറു ഒന്ന് പറഞ്ഞു നോക്കി. സഹറ. യെസ്, വെരി ഗുഡ്. അത് സഹുറാന്നാവോ? കൺഫ്യൂഷൻ ഇപ്പൊ ഏതേ വരുള്ളൂ. സഹുറാന്ന് എന്തായാലും വരില്ല. കാരണം സഹുറാന്നായിരുന്നുവെങ്കിൽ ഇവിടെ യെസ് ഹുറു എന്ന് പറയേണ്ടിയിരുന്നു, ഒറ്റ പദമുള്ളൂ. അപ്പൊ സഹറ യസ്ഹറു. യഖ്ദമു എന്തായിരിക്കും?
യഖ്ദമു. ഖദിമ യഖ്ദമു ട്ടോ. ഖദിമ യഖ്ദമു. യെസ്, വെരി ഗുഡ്. ഒന്ന് വിളിച്ചില്ലേ? നീ നാളെ വിളിക്കാം. ഞാൻ വിളിച്ചു. ഖദിമ യഖ്ദമു. ഞാൻ നിങ്ങൾക്ക് ഒരു പോയിന്റ് പറയാം. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യക്കാർക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഇന്ത്യക്കാരാണെന്നാണോ അതിൻ്റെ അർത്ഥം? വരുമോ? അങ്ങനെ ഇന്ത്യക്കാർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ഇന്ത്യക്കാരാവണം. പക്ഷെ എല്ലാ ഇന്ത്യക്കാരും ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ല, വേറെ സ്ഥലത്തും താമസിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണേ. ഇത് നമ്മൾ നാളത്തെ ക്ലാസ്സിന് വേണ്ടി വരും. അടുത്ത ക്ലാസ്സിന് ഈ പോയിന്റ് വേണ്ടി വരും. ഇന്ത്യക്കാർക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടെ താമസിക്കുന്നവരെല്ലാം ഇന്ത്യക്കാരാണെന്ന അല്ല, അല്ലേ? ഇവിടെ എല്ലാവരും താമസിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകൾ എല്ലാ വിഭാഗവും താമസിക്കുന്നുണ്ട്. ഇനി താമസിക്കണമെങ്കിൽ ഇന്ത്യക്കാരായേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇന്ത്യക്കാർക്ക് ഇവിടെ താമസിക്കാം. അപ്പോൾ ഇന്ത്യക്കാരല്ലാത്ത ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇവിടെ താമസിക്കുന്ന ആളുകളെല്ലാവരും ഇന്ത്യക്കാര് ആണ് എന്ന് പറയാനും പറ്റില്ല. എന്തൊക്കെ ആയില്ലേ? നാളെ നോക്കി പറയാം. അപ്പോൾ ഇവിടെ നാളെ പറയാം. അത് ജുമാന ഇവിടെ അല്ലേ? ജുമാന താമസിക്കാൻ പോയോ? യെസ്. അപ്പോൾ നമ്മളിപ്പോൾ സുലാസി മുജറദിലെ 5 ബാബുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. 5 ബാബിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് നല്ലപോലെ മനസ്സിലാക്കുക, പഠിക്കുക, നോട്ട് ചെയ്യുക, ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാൽ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓക്കെ, ശരി.